ഇതിനകത്തിപ്പം കർഷകർ കിടന്ന് വലയുന്നതിനാ ചെന്ന് ഒന്നാമത്തെ കാര്യം നമ്മൾ ഇത്രയും പൈസ മുടക്കി ഈ അവസ്ഥ വരെ വന്ന് നമ്മൾ നെല്ല് കൊയ്ത് കരയ്ക്ക് കയറ്റി കഴിഞ്ഞപ്പോഴാണ് ഈ പൈസയുടെ ചേഞ്ചിങ് വരുന്നത്. നോട്ട് നിരോധനം അങ്ങനെ നെൽ കർഷകർക്കും ദുരിതം വിതച്ചപ്പോഴാണ് റൈസ് മിൽ ഉടമകളുടെ സമരം ആരംഭിച്ചത്. 400 ഏക്കറിലധികം വരുന്ന കുമരകം മങ്കുഴി പാടശേഖരത്തെ ക്വിൻ്റൽ കണക്കിന് നെല്ലാണ് സംഭരിക്കാതെ പാടത്ത് കർഷകർ ഇപ്പോഴും കൂട്ടിയിട്ടിരിക്കുന്നത്. കാലം തെറ്റി പെയ്യുന്ന ഒറ്റപ്പെട്ട മഴയെ കർഷകർ ഭയക്കുന്നു. പാടത്ത് കൂട്ടിയിട്ട നെല്ല് മുഴുവൻ നശിക്കുമെന്ന് അവർ വേദനയോടെ പറയുന്നു. ദിവസങ്ങളായി കൊയ്തിട്ടിട്ട് ആ നെല്ല് കയറിപ്പോകാതെ ഞങ്ങളെല്ലാവരും വളരെ വിഷമത്തിലാണ്. കാരണം ഇത് നെല്ല് കിടക്കും തോറും നെല്ലിന് കേടുണ്ടാകാൻ വളരെ സാധ്യതയുണ്ട്. സപ്ലൈകോയ്ക്ക് വേണ്ടി നെല്ല് സംഭരിച്ച് അരിയാക്കി നൽകിയിരുന്ന 110 റൈസ് മില്ലുകളിൽ 32 എണ്ണം കടബാധ്യതയെ തുടർന്ന് പൂട്ടിപ്പോയി. തുടർന്ന് റൈസ് മിൽ ഉടമകൾ സമരത്തിലായതോടെയാണ് സപ്ലൈകോ നടത്തിവന്ന നെല്ല് സംഭരണം പാളിയത്. വർഷകൃഷിക്ക് ആദായമുണ്ടാകുമോ ഇല്ലയോ എന്ന ആശങ്ക രണ്ടാം കൃഷിയെ ഇല്ലാതാക്കുമെന്ന് കർഷകർ തന്നെ പറയുന്നു. അടിസ്ഥാനമായി ഇത് ബാധിക്കുക ഇലയിട്ട് ചോറുണ്ണാനിരിക്കുന്ന ഓരോ മലയാളിയുമാണ്. മീഡിയ 1 കോട്ടയം.